പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു എന്ന വാർത്ത പുറത്തുവരികയാണ്. തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, അദ്ദേഹത്തെ എന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? എപ്പോഴായിരുന്നു മരണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? പിന്നിൽ 9:58 മരണമുണ്ടായതെന്നുള്ളതാണ് സഭ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബിഷപ്പ് മാർ അപ്രേം 82 വയസ്സായിരുന്നു. ദീർഘനാളുകളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. ഏറ്റവും അവസാനം സെപ്റ്റംബറിലാണ് ഇറാഖിൽ നടന്ന സുന്നകദോസിൽ പങ്കെടുക്കാൻ, കൽദായ സഭയുടെ സുന്നകദോസിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. അന്ന് തന്നെ അദ്ദേഹം സൂചന നൽകിയിരുന്നു സഭാ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്നുള്ളത്. ഏകദേശം അരനൂറ്റാണ്ടിലേറെ കാലം കൽദായ സഭയെ നയിച്ച പൗരോഹിത്യ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 28-ാം വയസ്സിലാണ് കൽദായ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാർ അപ്രേം എത്തുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ദീർഘനാളുകളായി വിശ്രമ ജീവിതത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അരനൂറ്റാണ്ട് കാലം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഭയുടെ നേതൃത്വത്തിൽ ആത്മീയ നേതൃത്വമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും സഭാപരമായും വ്യക്തിപരമായും ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട വൈദികരിൽ ഒരാളാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ട് അപ്രേം എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും സഭയെ സംബന്ധിച്ചുകൊണ്ട് വലിയ നഷ്ടമാണ്. അരനൂറ്റാണ്ടിലേറെ കാലം സഭയുടെ അധ്യക്ഷനായിരുന്ന് സഭാജനങ്ങളെ മുന്നോട്ട് നയിച്ച അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ബിനിൽ. ഓക്കെ, കൽദായ സുറിയാനി സഭയുടെ മുൻ പരമാധ്യക്ഷന്മാർ അപ്രേം മെത്രാപ്പൊലീത്തയാണ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നത്. തൃശൂർ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിന്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിക്ക് വേണ്ടി സ്ഥാനം ഒഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ കർമ്മരംഗത്ത് അദ്ദേഹം വളരെ സജീവമായി നിൽക്കുകയും ചെയ്തിരുന്നു. 1961 ജൂൺ 25 ഷെമ്മാശനായും പിന്നീട് 1965 ജൂൺ 13 കശീശിയായും മാർ തോമാ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു. 28-ാം വയസ്സിലാണ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത ആയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതുവരെയുള്ള ഭാരതീയ ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാംസ്കാരിക സാഹിത്യ മേഖലയിൽ വളരെ വേറിട്ട മുഖമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് കൽദായ സുറിയാനി സഭ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ആസ്ഥാനം തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃക പാരമ്പര്യം എല്ലാം തന്നെ അദ്ദേഹത്തിനും വളരെ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70-ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. യാത്രാവിവരണങ്ങൾ, ജീവചരിത്രം, ആത്മകഥ, ഫലിതം, സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയും നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പൗരസ്ത്യ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പൊലീത്ത, മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന മാർ അപ്രേം. അദ്ദേഹം ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ്. 85 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.